നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബറിൽ തുടങ്ങിയേക്കും. നവംബർ 1 മുതൽ തീവ്ര പരിഷ്കരണം തുടങ്ങാനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കേരളത്തിലെ പരിഷ്കരണം നീട്ടിവെക്കണമെന്ന കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആവശ്യം തള്ളിയതായാണ് വിവരം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ആവശ്യം തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എപ്പോൾ തുടങ്ങും? കൃത്യമായ തീയതി വ്യക്തമാക്കുന്നുണ്ടോ? പ്രവിധ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പങ്കെടുത്തുകൊണ്ടൊരു യോഗം ചേർന്നിരുന്നു. പൊതുവെ കേരളം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്ന ഒരു ആവശ്യം നീട്ടിവെക്കണം, ഈ SIR പ്രക്രിയ നീട്ടിവെക്കണമെന്നൊരു ആവശ്യമായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് ആവശ്യം തള്ളിയതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നവംബറിൽ തന്നെ ഈ പ്രക്രിയ SIRമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയ ആരംഭിക്കാനാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളം, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ഈ 4 ഇടങ്ങളിലും നവംബർ 1 തന്നെ SIR പ്രക്രിയ ആരംഭിച്ചേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് തമിഴ്നാട്ടിൽ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പ്രക്രിയ ആരംഭിക്കുമെന്നുള്ളതാണ്. എന്തായാലും നവംബർ 1 പ്രക്രിയ ആരംഭിച്ചേക്കും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. പ്രവിധ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. CPIയുടെ കടുത്ത എതിർപ്പിനിടെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയുമായി സംസ്ഥാന സർക്കാരും CPIഎമ്മും മുന്നോട്ട്. നയങ്ങൾ പറഞ്ഞു കിട്ടാനുള്ള കോടികൾ വേണ്ടെന്ന് വെക്കണോ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചോദ്യം. കേന്ദ്രം നൽകുന്ന പദ്ധതികൾ കേരളത്തിൽ ലഭിക്കണമെന്ന് പറഞ്ഞ് CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ന്യായീകരിച്ചു. 27-ന് ചേരുന്ന എക്സിക്യൂട്ടീവ് തുടർ തീരുമാനമെടുക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെച്ചത് ഈ മാസം 16-ന് രേഖകൾ തെളിയിക്കുന്നു. CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സർക്കാരും CPIഎമ്മും. എല്ലാ കാലത്തും ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്ത് നിൽക്കാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ താൻ നിലപാട് മാറ്റിയെന്നും മന്ത്രി. ഈ NEP എന്താണ് കുഴപ്പം? ഒന്നൊന്ന് പറഞ്ഞേ. NEP എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ലഭിച്ച കേന്ദ്ര ഫണ്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായുള്ള തീരുമാനത്തെ മന്ത്രി വി ശിവൻകുട്ടി ന്യായീകരിച്ചത്. ഞാൻ പറയുന്നത് നമുക്ക് നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEPയുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഇത് ഏത് സർക്കാരെന്ന് ചോദിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 27-ന് ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അറിയിച്ചു. മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അതെന്ത് ഗവൺമെന്റാണത്? എന്താ അതിന്റെ കുറ്റത്തരവാദിത്വം? എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്ന എന്ത് കുറ്റത്തരവാദിത്വമാണ്? അതല്ല LDF, അതാകരുത് LDF. ഇടത് സർക്കാർ നടപ്പാക്കുന്നതെല്ലാം ഇടത് നയങ്ങളാണെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്ന പ്രതികരണമാണ് പദ്ധതിയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് നയമുണ്ട്, പാർട്ടിക്ക്, ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട്. MOU ഒപ്പിട്ടത് ഈ മാസം 16-നാണെന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K വാസുകി IAS MOU ഒപ്പിട്ടു. അഡീഷണൽ സെക്രട്ടറി S ചിത്ര IAS, SSK പ്രോജക്ട് ഡയറക്ടർ സുപ്രിയ AR എന്നിവർ സാക്ഷികളായും ഒപ്പിട്ടിട്ടുണ്ട്. MOU റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. 30 ദിവസത്തെ നോട്ടീസ് നൽകി ധാരണാപത്രം കേന്ദ്രത്തിന് റദ്ദാക്കാം. അതേസമയം പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഭിനന്ദിച്ചു. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുന്നതുവരെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. CPI സംസ്ഥാന സെക്രട്ടറി യോഗത്തിന്റേതാണ് തീരുമാനം. ഇക്കാര്യം അറിയിച്ച് CPIഎം സംസ്ഥാന സെക്രട്ടറിക്കും LDF കൺവീനർക്കും കത്ത് നൽകാനും CPI തീരുമാനിച്ചു. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI ദേശീയ സെക്രട്ടറി D രാജ CPIഎം ജനറൽ സെക്രട്ടറി MA ബേബിയെ കാണും. മുന്നണിയും മന്ത്രിസഭയും അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സർക്കാരിന്റെ നടപടി CPIയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അപമാനിതരായി എന്ന വികാരത്തിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഓൺലൈനായി ചേർന്നത്. പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന നിലപാടെടുത്ത നേതാക്കൾ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട തീരുമാനം തിരുത്തുന്നതുവരെ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനാണ് തീരുമാനം. പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരപ്പെട്ട സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അംഗീകാരത്തോടെ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 27-ന് ആലപ്പുഴയിലാണ് എക്സിക്യൂട്ടീവ്. ക്യാബിനറ്റ് മാറ്റിവെച്ചൊരു വിഷയമാണത്.
ആ വിഷയത്തെപ്പറ്റി നയപരമായ തീരുമാനം കൈക്കൊള്ളാനും നയപരമായി സർക്കാരിനെ നയിക്കുവാനും കടപ്പെട്ട LDF ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. മന്ത്രിസഭയുടെയോ മുന്നണിയുടെയോ അറിവില്ലാതെ PMC പദ്ധതിയിൽ ഒപ്പിട്ട തീരുമാനത്തെ ബിനോ വിശ്വം തള്ളിപ്പറഞ്ഞു. ഇത് LDFന്റെ വഴിയോ ശൈലിയോ അല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബിനോ വിശ്വത്തിന്റെ തള്ളിപ്പറയൽ. മന്ത്രിസഭാംഗവും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ GR അനിലും ധാരണാപത്രത്തിൽ ഒപ്പിട്ട തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ചു. ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ വീണ്ടും അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി ഇത് എങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം CPI ജനറൽ സെക്രട്ടറി D രാജ, CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ കാണും. We are demanding the government in Kerala should withdraw from that MOU. കത്തും പറച്ചിലും മന്ത്രിസഭാ ബഹിഷ്കരണവുമായി നീങ്ങുമ്പോഴും പ്രതിഷേധം എങ്ങനെ അവസാനിപ്പിക്കുമെന്നതിൽ CPIക്ക് വ്യക്തതയില്ല. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. PM3 പദ്ധതിയെ ചൊല്ലിയുള്ള ഇടതുമുന്നണിയിലെ കലഹം രാഷ്ട്രീയ നേട്ടമാക്കാൻ കോൺഗ്രസ് UDFിലേക്ക് CPIയെ സ്വാഗതം ചെയ്യുകയാണെന്ന് കൺവീനർ അടൂർ പ്രകാശ് 24നോട് പറഞ്ഞു. നാണക്കേട് സഹിച്ച് ഇടതുമുന്നണിയിൽ CPI തുടരണമോ എന്ന് പ്രതിപക്ഷ നേതാവും ചോദിച്ചു. തൃശൂർ ലോക്സഭാ സീറ്റിൽ ചതിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPIയെ ചതിക്കുമെന്ന് KC വേണുഗോപാലും കുറ്റപ്പെടുത്തി. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടുവെന്നും മുന്നണി മര്യാദ CPIM ലംഘിച്ചുവെന്നും പരസ്യമായി കുറ്റപ്പെടുത്തിയ CPIയെ കൂടെ ചേർക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചു. മുൻപ് കോൺഗ്രസിനൊപ്പം നിന്ന കാലത്തെ CPIയുടെ ശക്തി ഓർമ്മപ്പെടുത്തിയാണ് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ നീക്കം സജീവമാക്കുന്നത്. CPI മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശ് CPIയെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവർ അന്തസ്സുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് ഈ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു വരണം, UDFിലേക്ക് കടന്നു വരണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ CPI എന്തായാലും ഇത്തരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന ആവശ്യമാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. നാണക്കേട് സഹിച്ച് തുടരണമോ എന്ന് CPI തീരുമാനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. കാരണം CPMന് ഇപ്പോൾ CPIയേക്കാൾ വലുതാണ് BJP എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ CPIയെ CPIM ചതിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർട്ടി ആശയങ്ങളെ തന്നെ ബലികഴിച്ചുകൊണ്ട് രഹസ്യ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി സർക്കാർ. BJP CPMന്റെ ബാന്ധവം അത്ര കഠിനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അവിടെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ല, തങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾക്ക് പ്രസക്തിയില്ല, വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടത്തിന് പ്രസക്തിയില്ല. എല്ലാം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ്. UDF വിപുലീകരണത്തിന് നേരത്തെ ശ്രമം തുടങ്ങിയ നേതാക്കൾ PM3യിലെ CPI നിലപാടിനെ പുകഴ്ത്തുന്നുമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ RSS പ്രത്യയശാസ്ത്രം സ്കൂളുകളിൽ നടപ്പാക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി CPI മുന്നണി വിട്ടാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFന് തിരിച്ചടി നൽകാമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. പൊളിറ്റിക്കൽ ഡെസ്ക് 24. PM3 പദ്ധതിയിൽ പരസ്യ പ്രതിഷേധവുമായി CPI യുവജന സംഘടനകൾ നാളെ തിരുവനന്തപുരത്ത് പ്രതിഷേധം നടത്തുമെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. പദ്ധതിയിലെ ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്ന് SFI നേതൃത്വവും പ്രതികരിച്ചു. പദ്ധതിക്കെതിരെ KSU ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് AIYF വിമർശനം. മന്ത്രി ധൃതി കാണിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഈ PM3 പദ്ധതി ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. തൃശൂരിൽ പദ്ധതിക്കെതിരെ AISF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ SFI സംസ്ഥാന നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തി. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിനെ ആ ഘട്ടത്തിലും അറിയിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ആശങ്ക അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്നു. SFI കണ്ണൂർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ പദ്ധതിക്കെതിരെ രംഗത്തെത്തി. KSUവിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മലപ്പുറത്ത് MSFും പ്രതിഷേധിച്ചു.
അതേസമയം പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ABVP നേതാക്കൾ നേരിൽ കണ്ട് അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുകഴ്ത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയെ വിജ്ഞാന രംഗത്തെ സൂപ്പർ പവർ ആക്കുകയാണ് NEP-യുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. കൊച്ചി സെന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി ആഘോഷത്തിലായിരുന്നു പരാമർശം. ആഘോഷ പരിപാടിയിൽ നിന്ന് മേയർ M. അനിൽകുമാറിനെ ഒഴിവാക്കി. I am pleased to note that the college has taken up the project to promote sustainability, leadership and agency through education which is called SLATE. By taking up this project, the college has demonstrated its commitment to the objectives of National Education Policy 2020. സംസ്ഥാനത്ത് തുടരുന്ന PM ശ്രീ വിവാദങ്ങൾക്കിടെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ രാഷ്ട്രപതി പുകഴ്ത്തിയത്. വിജ്ഞാന രംഗത്ത് രാജ്യത്തെ സൂപ്പർ പവറാക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യമെന്ന് സെയിന്റ് തെരേസസ് കോളേജിലെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാഷ്ട്രപതിക്ക് കൈമാറി പ്രകാശനം ചെയ്തു. നഗരപിതാവ് എന്ന നിലയിൽ ക്ഷണം ലഭിക്കേണ്ടിയിരുന്ന മേയർ M. അനിൽകുമാറിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. പരിപാടിയുടെ അറിയിപ്പ് കോളേജ് അധികൃതർ നൽകിയെങ്കിലും രാഷ്ട്രപതിയുടെ ഓഫീസ് തിരിച്ചയച്ച പ്രോട്ടോകോൾ പട്ടികയിൽ മേയറുടെ പേരുണ്ടായിരുന്നില്ല. ഇതോടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കേന്ദ്രീകൃത ഭരണം ലക്ഷ്യമാക്കുന്നതിന്റെ ഉദാഹരണമാണ് നടപടിയെന്ന് മേയർ 24നോട്. ഇതൊക്കെ ഒരു സർക്കാരിന്റെ കൂടി റിഫ്ലക്ഷനാണ്. മനസ്സിലായില്ലേ? അവർ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ കൂടി റിഫ്ലക്ഷനാണ്. രാഷ്ട്രപതിയല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളുടെ റിഫ്ലക്ഷനാണ്. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1:55-ന് പ്രത്യേക വിമാനത്തിൽ രാഷ്ട്രപതി ഡൽഹിയിലേക്ക് തിരിച്ചു. 24 കൊച്ചി. കൊച്ചി ചെല്ലാനം ഹാർബറിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയി കാണാതായ 5 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. മറ്റൊരു ബോട്ടിൽ ഇവരെ കരയ്ക്കെത്തിച്ചു. ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അമൽ, ഇവരെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? വിവരങ്ങൾ എങ്ങനെ? ഏതായാലും അല്പസമയത്തിന് മുൻപ് ഇവർ സുരക്ഷിതരായി കൊച്ചി തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലാണ് ഇവരെ എത്തിച്ചത്. ഇന്ന് രാവിലെ 4 മണിക്കാണ്, പുലർച്ചെ 4 മണിക്കാണ് ഇവർ ചെല്ലാനം ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വേണ്ടി കടലിലേക്ക് പോകുന്നത്. ഈ 10 മണിയാവുമ്പോൾ സാധാരണ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളെല്ലാം തിരിച്ചെത്താറുള്ളതാണ്. അങ്ങനെ വരാതിരുന്നതിനെ തുടർന്ന് ഉച്ചയോടുകൂടി വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുകയും കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് പല ഉദ്യോഗസ്ഥരെയും വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരുടെ മിസ്സിംഗുമായി സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്, ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. തുടർന്ന് വൈകിട്ടോടുകൂടി കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും സംയുക്തമായിട്ടുള്ളൊരു അന്വേഷണം പോലും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഫിഷറീസിന്റെ അടക്കം ബോട്ടുകൾ കടലിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. അതിനിടയിലാണ് രാത്രി 7 മണിക്ക് ശേഷം കുളച്ചിൽ നിന്നുള്ള നാഥൻ എന്ന് പറയുന്ന ബോട്ട് ഈ കാണാതായ ഇമാനുവൽ എന്ന ബോട്ടിനെ കണ്ടെത്തുകയും അതിലുള്ള 5 മത്സ്യബന്ധന തൊഴിലാളികളെ സുരക്ഷിതമായി കരയ്ക്കടിപ്പിക്കുവാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തത്. ഏതായാലും ഈ ഒരു ബോട്ടിനുണ്ടായിരുന്ന എഞ്ചിൻ തകരാറാണ് ഇത്തരത്തിൽ ഇവരുടെ മിസ്സിംഗിന് കാരണമായത്. ഇതിനെ തുടർന്ന് കടലിൽ ഉണ്ടായിരുന്ന കാലാവസ്ഥയും വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് വീട്ടിൽ വിളിക്കുവാനോ നാട്ടിലുള്ളവരെ വിവരം അറിയിക്കുവാനോ ഇവർക്ക് സാധിച്ചില്ല. അതിനെ തുടർന്ന് ഇന്ന് പകൽ മുഴുവനും ഇവർ കടലിൽ ഈ എഞ്ചിൻ തകർന്ന ബോട്ടുമായിട്ട് അലയുകയായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു മത്സ്യബന്ധന ബോട്ട് ഇവരെ കണ്ടെത്തുകയും ഇപ്പോൾ കരയ്ക്കടിപ്പിച്ചിരിക്കുന്നത്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തൽ. പോറ്റി തനിക്ക് സ്വർണം വിറ്റുവെന്ന് കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പോറ്റിയുമായി തെളിവെടുപ്പിന് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ പള്ളിക്കത്തോട് സ്വദേശി വാസുദേവന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ റിമാൻഡിലായ B. മുരാരി ബാബുവിന്റെ വീട്ടിൽ SIT പരിശോധന നടത്തി. ശബരിമലയിലെ ദ്വാരപാലക പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന നിർണായക കണ്ടെത്തലാണ് SIT നടത്തിയത്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 476 ഗ്രാം സ്വർണം വിപണി വിലയ്ക്ക് വിറ്റത്. സ്വർണം വേർതിരിച്ചപ്പോൾ ബാക്കി വന്ന ഈ സ്വർണം പോറ്റിക്ക് നൽകിയത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ഇക്കാര്യം ഗോവർദ്ധൻ SITയോട് സ്ഥിരീകരിച്ചു. 2012-13 കാലഘട്ടത്തിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റിയുമായി പരിചയപ്പെടുന്നത്. ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത്. തന്നിൽ നിന്ന് സ്പോൺസർഷിപ്പിന്റെ പേരിൽ പലപ്പോഴായി പോറ്റി സ്വർണം വാങ്ങിയെന്നും ഗോവർദ്ധൻ SITക്ക് മൊഴി നൽകി.
വിവാദങ്ങൾക്കിടെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ വീഴ്ചയുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഈ വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് SIT ബംഗളൂരുവിലേക്ക് തിരിച്ചു. ബെല്ലാരിയിലെത്തി വിറ്റ സ്വർണം വീണ്ടെടുക്കാൻ ശ്രമിക്കും. ഒപ്പം ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലും തെളിവെടുപ്പ് നടത്തും. റിമാൻഡിലുള്ള B. മുരാരി ബാബുവിന്റെ കോട്ടയം പെരുന്നേല വീട്ടിൽ SIT പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരിച്ചെത്തിയ ശേഷം മുരാരി ബാബുവിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠം കൈമാറിയ പള്ളിക്കത്തോട് സ്വദേശി വാസുദേവന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ബംഗളൂരുവിലെ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട രേഖകൾ വാസുദേവൻ പ്രത്യേക സംഘത്തിന് കൈമാറി. 24 തിരുവനന്തപുരം. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJPയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടങ്ങി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷന്മാരായ PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയ നേതാക്കൾ കോരിച്ചൊരിയുന്ന മഴയിലും പ്രവർത്തകർക്കൊപ്പം സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിലെ 3 ഗേറ്റുകളും ഉപരോധിക്കുമെന്നായിരുന്നു BJP വ്യക്തമാക്കിയിരുന്നത്. എങ്കിലും സമരഗേറ്റിന് മുന്നിൽ മാത്രമായിരുന്നു പ്രതിഷേധം. നിശ്ചയിക്കപ്പെട്ട ജില്ലകളിൽ നിന്ന് എത്തിയ പ്രവർത്തകർ രാത്രി വൈകിയും സമരഗേറ്റിന് മുന്നിൽ തുടരുകയാണ്. ഇന്ന് നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനം നാളെ രാവിലെ 11 മണിയിലേക്ക് മാറ്റി. രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം നാളെ രാവിലെ 11 മണിക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ 30 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PV അൻവറുമായി സഹകരിക്കാൻ തയ്യാറെന്ന് മുസ്ലിം ലീഗ്. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം സഹകരണത്തിന് ആവശ്യപ്പെടുന്നത് ശരിയല്ല. ഒരുമിച്ചിരുന്ന് ആലോചിച്ച് സഹകരിക്കുന്നതിൽ UDF വിരോധമില്ല എന്നും PMA സലാം 24നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ അൻവർ പറയുന്നത്. ആ ലക്ഷ്യത്തിൽ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അത് പ്രാദേശികമായി അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ തീരുമാനം. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മണ്ഡലമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം സഹകരണത്തിന് ആവശ്യപ്പെടുന്നത് ശരിയല്ല. ഒരുമിച്ചിരുന്ന് ആലോചിച്ച് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിക്കുന്നതിന് വിരോധമില്ല UDF-ന്. സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിക്ക് നൽകേണ്ട വീൽചെയർ ഉദ്യോഗസ്ഥർ വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തതായി പരാതി. കോഴിക്കോട് ചേളന്നൂർ BRC-യിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ടിൽ നടപടിയില്ലാതായതോടെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കുട്ടിയുടെ പിതാവ്. 24 ബ്രേക്കിംഗ്. ചേളന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിക്ക് വീൽചെയർ അനുവദിച്ചിരുന്നു. 2017-18 കാലയളവിൽ നൽകിയ വീൽചെയർ പക്ഷേ 4 ദിവസങ്ങൾക്കകം തിരിച്ചെടുത്തു. അത് തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് പിതാവ് നന്മണ്ട സ്വദേശി ശശികുമാർ നടത്തിയ ഇടപെടലിലാണ് ഉദ്യോഗസ്ഥർ വ്യാജരേഖ ചമച്ചതായി തെളിഞ്ഞത്. 30,000 രൂപ വില വരുന്ന വീൽചെയർ തിരിച്ചെടുക്കുന്നതിന് അനുമതി നൽകിയതായി കാണിച്ച് ശശികുമാറിന്റെ പേരിൽ വ്യാജ ഒപ്പ് ഇട്ടിട്ടുണ്ട്. കുട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാതെ ചെയ്തുവെന്ന് കാണിച്ച് ഭാര്യ K. സുജയുടെ പേരിലും ഉദ്യോഗസ്ഥർ വ്യാജരേഖയുണ്ടാക്കി. 2023 മുതൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തുകയാണ് പിതാവ്. അതായത് ഞാൻ 2 കൊല്ലമായിട്ട് നിയമ പോരാട്ടം നടത്തിയിട്ടും പിന്നെ DGP ഇവർക്ക് കൈമാറിയെന്നല്ലാതെ കമ്മീഷണർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ കൈമാറി SCP കൊടുത്തു. പക്ഷേ SCP ഉമേഷ് എന്ന് പറഞ്ഞ ആൾ ആ രേഖകളോ പിടിച്ചു വെച്ചാണ്. അതായത് കുറ്റക്കാർക്ക് കാവൽ നിൽക്കുകയാണ് പോലീസും എല്ലാ ഉദ്യോഗസ്ഥന്മാരും. DGP-ക്ക് നൽകിയ പരാതിയിൽ BRC-യിലെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് കോടതിയെ സമീപിച്ചത്. ഇനിയിപ്പം ഞാനൊരു സമരമുറയിലേക്ക് നീങ്ങി, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അപ്പം കോടതിയിലും രക്ഷ കിട്ടുന്നില്ല. ഇത് ജില്ലാ കോടതി ജഡ്ജിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാം ഹൈക്കോടതിൻ്റെ രജിസ്ട്രാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നടപടിയില്ല. കോടതിയിൽ സമർപ്പിച്ച രേഖകൾ ഉന്നത ഇടപെടലുകളെ തുടർന്ന് അഭിഭാഷകർ നശിപ്പിച്ചതായും പരാതിയുണ്ട്. ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത കുട്ടിയുടെ പേരിലാണ് ഉദ്യോഗസ്ഥർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. വിഷയത്തിൽ വിശദമായ അന്വേഷണവും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും വേണം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. കാണാം സ്കൂൾ കായികമേള വിശേഷങ്ങൾ. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. കേരള സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ ആധിപത്യം തുടർന്ന പാലക്കാട് 2 മീറ്റ് റെക്കോർഡുകൾ കണ്ട ദിനത്തിൽ മലപ്പുറത്തിന്റെ ആദിത്യാജി ആദ്യ ഡബിൾ സ്വന്തമാക്കി. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം എതിരില്ലാതെ കുതിക്കുകയാണ്.
സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അത്ലറ്റിക്സിൽ ആദ്യ ദിനത്തിലെന്ന പോലെ രണ്ടാം ദിനം പാലക്കാടിന്റെ കുതിപ്പാണ് കണ്ടത്. രാവിലെ നടന്ന നടത്ത ഇവന്റുകളിൽ പാലക്കാട് അല്പം പിന്നോട്ട് പോയെങ്കിലും വൈകിട്ട് ഹഡിൽസ് അടക്കമുള്ള ഇവന്റുകളിൽ സ്വർണം നേടി പാലക്കാടിന്റെ തിരിച്ചുവരവാണ് കണ്ടത്. റിലേയിൽ 3 സ്വർണമാണ് പാലക്കാട് സ്വന്തമാക്കിയത്. രണ്ടാം ദിനം 2 മീറ്റ് റെക്കോർഡുകളാണ് പിറന്നത്. ഡിസ്കസ് ത്രോയിൽ കാസർഗോഡിന്റെ സോന മോഹൻ റെക്കോർഡ് സ്വന്തമാക്കിയപ്പോൾ ഹഡിൽസിൽ ഇസ്ഹാലുക്കാണ് റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. മീറ്റിലെ ആദ്യ ഡബിൾ സ്വന്തമാക്കിയത് മലപ്പുറത്തിന്റെ ആദിത്യ അജിയാണ്. 2 സ്വർണമാണ് ആദിത്യ അജി ഇതുവരെ നേടിയത്. വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ച വന്ന മെഡൽ തന്നെയായിരുന്നു. നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കോച്ചസ് എനിക്ക് കൂടെ നിന്ന് എല്ലാം ടെൻഷനൊക്കെ മാറ്റി തന്നു. ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പാരൻസ്, കോച്ചസ്, അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. അവർ കാരണം കിട്ടിയ മെഡലാണ്. എനിക്കിത് ഒരുപാട് സന്തോഷമുണ്ട്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പാണ് കണ്ടത്. തിരുവനന്തപുരം 1000-ലധികം പോയിന്റോടുകൂടി ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ബഹുദൂരം മുന്നിലാണ്. അക്വാറ്റിക്സിലും തിരുവനന്തപുരം ഏറെക്കുറെ കിരീടം ഉറപ്പിച്ചിരിക്കുകയാണ്. മറ്റു ടീമുകളേക്കാൾ ഇരട്ടിയോളം പോയിന്റാണ് നീന്തൽക്കുളത്തിൽ നിന്ന് ഇതിനോടകം തിരുവനന്തപുരം സ്വന്തമാക്കിയിരിക്കുന്നത്. പോയിന്റ് പട്ടികയിലേക്ക്. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ക്രൈം റിപ്പോർട്ടിംഗ് അവതരണത്തിനുള്ള പുരസ്കാരത്തിന് 24 ചീഫ് പ്രൊഡ്യൂസർ രാജേഷ് ആർ നാഥ് അർഹനായി. കലികാലം എന്ന പരിപാടിയിലെ റിപ്പോർട്ടിനാണ് അവാർഡ്. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.